ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്ന് ഇന്ന് ഒരിക്കൽ കൂടെ കേൾക്കുവാനും അത് കേട്ടപ്പം ഞങ്ങളുടെ ഹൃദയത്തിൽ വളരെ സന്തോഷം തോന്നി. കാരണം നമ്മൾ ആരും അറിയാത്ത സ്ഥാനങ്ങളിലായിരിക്കുമ്പോഴും വളരെ പ്രതികൂലത്തിന്റെ നടുവിലായിരിക്കുമ്പോഴും ഒക്കെ ദൈവമക്കളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളെ അവിടെ നിലനിർത്തുവാൻ ഇടയായി തീരുന്നത്, ബലം തരുന്നത്. പ്രതികൂലങ്ങളുടെ നടുവിൽ പിടിച്ചു നിൽക്കുവാൻ ഇടയായി തീരുന്നത് ദൈവമക്കളുടെ പ്രാർത്ഥനയാണ്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരല്പസമയത്തെ ചിന്തയ്ക്കായിട്ടൊരു വാക്യം വായിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 58 മുതലുള്ള വാക്യം, 58ഉം 59ഉം, അതുപോലെ തന്നെ 10-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യവും. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവകൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. വേറൊരുത്തനോട്, എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞാറേ അവൻ, ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരയണം എന്ന് പറഞ്ഞു. 10:2 കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പിൻ. പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല കർത്താവെ, നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, കേട്ട വചനം ഞങ്ങളിൽ ഒരു പരിവർത്തനം ഉണ്ടാകുവാൻ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ കർത്താവെ അതൊരു വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തുന്നു വായിക്കപ്പെട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരണമേ. ഇതിൽ സംസാരിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നമ്മൾ വായിച്ച വാക്യത്തില് ഇപ്രകാരം കാണുന്നു, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവകൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ സ്ഥലമില്ല. ഇത് പറഞ്ഞത് യേശു കർത്താവിനെ ഒരാള് അനുഗമിക്കാനായിട്ട് തീരുമാനിച്ച് യേശുവിൻ്റെ കൂടെ പോരാം എന്ന് പറഞ്ഞപ്പം യേശു പറഞ്ഞ കാര്യമാണ്. നമ്മൾ പലപ്പോഴും ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ഒക്കെ കടന്നു പോകുന്നതിൻ്റെ പിന്നിൽ നമ്മുടെ ഓരോ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. നമുക്ക് ഓരോ അത്ഭുതങ്ങൾ കാണുവാനിടയായത്, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവർത്തികൾ, രോഗസൗഖ്യങ്ങൾ, നന്മകൾ ഒക്കെ ഓർക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അനുഭവങ്ങൾ കൊണ്ടാണ് നമ്മൾ കർത്താവിനെ സ്നേഹിക്കുകയും ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയും ദൈവത്തിൻ്റെ വേല ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ടാണ്. അപ്പൊ യേശു കർത്താവ് പറയുവാണ്, മനുഷ്യപുത്രന്, യേശുവിനോടൊപ്പം നമ്മൾ കടന്നു ചെന്നാൽ മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. കുറുനരികൾക്ക് കുഴിയുണ്ട്, ആകാശത്തിലെ പറവകൾക്ക് പറക്കുവാൻ താമസിക്കുവാൻ കൂടുകളുമുണ്ട്. പക്ഷേ മനുഷ്യപുത്രനോ തല ചായ്പാൻ ഇടമില്ല. ഈ മനുഷ്യപുത്രൻ യേശു കർത്താവ്, യേശു കർത്താവിന് എവിടെയാ താമസിക്കേണ്ടത്, എവിടെയാ സ്ഥലമില്ലാത്തത്? യേശു കർത്താവിൻ്റെതല്ല ഇത് മൊത്തം. ഈ ഭൂമി മുഴുവനും സൃഷ്ടിച്ചത് കർത്താവാണ്. ഇതിലെ സകലതും ഇനിയും യേശു കർത്താവിന് ഒരു വാക്കുകൊണ്ട് നിർമ്മിക്കാൻ, ഇനി എന്തെങ്കിലും വേണമെങ്കിൽ അത് നിർമ്മിക്കാൻ കഴിയും. സർവശക്തനാണ് നമ്മുടെ യേശു കർത്താവ്. പിന്നെ എന്താണ് യേശു ഇപ്രകാരം ഇവിടെ പറയുന്നത്? മനുഷ്യന്റെ ഹൃദയത്തിലാണ് യേശു കർത്താവ് വസിക്കാൻ സത്യത്തിൽ ആഗ്രഹിക്കുന്നത്. യേശു അവിടെ വസിക്കുന്നത്. മനുഷ്യന്റെ കൽപ്പണിയായതോ ഈ ഭൂമിയിലെ മറ്റ് സൗകര്യങ്ങളിലോ ഒന്നുമല്ല എൻ്റെ യേശു കർത്താവ് വസിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ ശരീരം, നമ്മുടെ ജീവിതത്തില്, നമ്മുടെ ഹൃദയത്തില്, നമ്മുടെ മനസ്സിലാണ് യേശു കർത്താവ് വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ലോകം അല്ലെങ്കിൽ മനുഷ്യരായ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് സ്ഥാനമില്ലാതെ പോകുന്നു. പലപ്പോഴും ദൈവത്തിന് നാം കൊടുക്കേണ്ടതായ ഇടം നമ്മുടെ ഹൃദയങ്ങളിൽ കൊടുക്കാതെ പോകും. അതുകൊണ്ടാണ് യേശുവിന്റെ വചനവുമായി നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് പ്രതികൂലങ്ങൾ ഉണ്ടാകുന്നു, പ്രതിസന്ധികൾ ഉണ്ടാകുന്നു, അകത്തുനിന്നും പുറത്തുനിന്നും വെല്ലുവിളികൾ ഉണ്ടാകുന്നു, നമ്മൾ ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു. കാരണം എന്താ? യേശുവിന് വസിക്കുവാൻ ഈ മനസ്സുകളിൽ ഇടമില്ലാതെ പോയി. മനുഷ്യ മനസ്സുകൾ നിർജീവമായി പോയി. അത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഉയരങ്ങളിലെ ഈ ഭൂമിയിലെ ഉയരത്തിലേക്ക് കയറുവാനുള്ള ചിന്തകൾ കൊണ്ട് ഈ ഭൂമിയിൽ പാർക്കുവാനുള്ള ആവശ്യങ്ങളുടെ പിന്നില് മനുഷ്യന്റെ ഹൃദയം ബിസിയാക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ യേശു കർത്താവിനുള്ള ഇടം മനുഷ്യ മനസ്സുകളിൽ നിന്ന് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത്, ഈ കാണുന്നത് പോലുള്ള ഒരു അനുഭവമല്ല. യേശുവിനെ അനുഗമിക്കുമ്പോൾ, യേശുവിനെ പിൻഗമിക്കുമ്പോൾ, യേശുവിന്റെ വേല ചെയ്യുവാനായി നാം കടന്നു പോകുമ്പോൾ നാം പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങളുണ്ട്.
അല്ലെ പ്രിയ പാസ്റ്റർ ആൻറ്റി ഒക്കെ ഇവിടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം നമ്മുടെ UP-യിലെ ഒരു സഹോദരിയുടെ വിഷയം പറയുവാൻ ഇടയായി തീർന്നു. അത് ഇന്നലെ അവിടെ അവര് വളരെ ശക്തമായി കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയാണ്. ഏത് സ്ഥലത്തും കടന്നുപോയി പോലീസുകാരോടും രാഷ്ട്രീയ നേതാക്കളോടും ആരോട് കണ്ടാലും പുള്ളിക്കാരി സുവിശേഷം പറയുവാൻ കൊണ്ട് ഒരു സുവിശേഷ ആത്മാവ് കർത്താവ് അവളിൽ പകരുവാനിടയായി തീർന്നു. ഒരു ചെറിയ രോഗസൗഖ്യമാണ് അവളെ യേശുവിലേക്ക് കടന്നു വരുവാൻ സഹായിച്ചത്. എന്നാൽ ആ രോഗസൗഖ്യത്തിലൂടെ യേശുവിനെ രുചിച്ചറിഞ്ഞു കഴിഞ്ഞപ്പം അല്ലെങ്കിൽ ഇപ്പം ജീവൻ കൊടുത്തും യേശുവിന് വേണ്ടി ജീവിക്കുവാനുള്ളതായ ആ ഒരു ഹൃദയം ഒരുക്കപ്പെട്ടു. അപ്രകാരം ഒരുക്കപ്പെടുന്ന ഒരു ഹൃദയങ്ങളിലാണ് യേശു വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് ചിന്തിക്കേണ്ടത്, കർത്താവെ അങ്ങ് എൻ്റെ ഹൃദയത്തിൽ വസിക്കുവാൻ എൻ്റെ ഹൃദയം ഒരുക്കമാണോ, അല്ലെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. നമുക്ക് വേറെ ആരെയും തയ്യാറാക്കാൻ പറ്റത്തില്ല, നമുക്ക് നമ്മെ തന്നെ തയ്യാറാക്കാൻ പറ്റത്തുള്ളൂ. മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഒരിടം എൻ്റെ ഹൃദയത്തിൽ കർത്താവെ ഉണ്ടാകുവാൻ എന്നെ ഉപയോഗിക്കണമേ, എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? നമ്മുടെ ഹൃദയങ്ങളിൽ എൻ്റെ യേശുപ്പന് വസിക്കുവാൻ കഴിയാത്ത നിലകളിലുള്ള എല്ലാ ഭാവങ്ങളും എല്ലാ ചിന്തകളും എല്ലാ സ്വഭാവങ്ങളും മനഃപൂർവ്വമായി നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റി എൻ്റെ യേശുവിനെ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയുമോ? ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്, എന്നാൽ അതിനെ ജയിച്ച കർത്താവാണ് നമ്മോട് കൂടെയുള്ളത്. കഷ്ടങ്ങൾ വരുമ്പോൾ പിറുപിറുത്ത് അകന്നു പോകുവാനല്ല കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കഷ്ടങ്ങളെ ഓരോ അനുഗ്രഹത്തിൻ്റെ പടികളായി, എൻ്റെ യേശുവിനോട് അടുക്കുവാനുള്ള ഓരോ സ്റ്റെപ്പുകളായി നമ്മുടെ കഷ്ടങ്ങളെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കുവാൻ, നമ്മുടെ മനസ്സുകൊണ്ട് അതിനെ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയുമോ? അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുവാനിടയായി തീരും. യേശു കർത്താവ് പറയുന്ന ആ വാക്ക് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. അല്ലെങ്കിൽ ഇപ്പം ഈ സഹോദരി ഇങ്ങനെ സുവിശേഷം എല്ലായിടം പോകും, എല്ലാവരും അവളെ വിലക്കി, ഇപ്പം ഇത്ര പ്രശ്നമാണ്, അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ പോയി പറയരുത്, ഇങ്ങനെ ചെയ്യരുത്. കാരണം അവളെ സംബന്ധിച്ച് അവൾക്ക് മാനുഷികമായ ഭയമോ മാനുഷികമായ ഒരു പ്രയാസമോ ഒക്കെ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാലും അവൾ വളരെ ആത്മാർത്ഥമായി എൻ്റെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ, എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ തയ്യാറായി. അവൾ എന്നും പ്രേയർ, എല്ലാ ദിവസവും, ശരീരം ക്ഷീണിക്കുന്നതല്ലാതെ അവൾക്ക് ഓടുന്നതിന് യാതൊരു മടിയില്ല, അതുപോലെ ഓടുന്ന ഒരു സഹോദരി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഇങ്ങനെ ആരാധന നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരാഴ്ചത്തെ ഫാസ്റ്റിംഗ് പ്രേയറിലാണ് അവരെല്ലാ ദിവസവും. ഞങ്ങൾ മോർണിംഗിൽ ഒരു 5 o'clock തൊട്ട് ഒരു പ്രെയർ ഉണ്ട്. അപ്പോൾ ആ പ്രെയറിൽ എല്ലാ ദിവസവും പറഞ്ഞ് പ്രാർത്ഥിക്കും. 5 ദിവസത്തെ പ്രെയറാണ്. ഇന്ന് സൺഡേയിൽ 15 പ്രായമുള്ളവർക്ക് സ്നാനപ്പെടാനായിട്ട് തീരുമാനിച്ചേക്കും. അപ്പോൾ അവർ രാത്രിയിൽ സ്നാനപ്പെടുത്താനായിട്ടൊക്കെ തീരുമാനിച്ചിരിക്കുവാണ്. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അങ്ങനെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഈ മീറ്റിങ്ങിൽ RSSകാരും പോലീസുകാരും കടന്നു വന്ന് സഹോദരിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുവാനിടയായി. പക്ഷേ അവിടെ ചെന്നപ്പോൾ സ്വർഗത്തിലെ ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ അവിടെവിടങ്ങളായിരുന്നുകൊണ്ട് സൂമിൽ കൂടെ ഒക്കെ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. നോർത്ത് ഇന്ത്യ പ്രവർത്തനങ്ങളെ ഓർത്ത്, ദൈവിക വേലക്കാരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ അത്ഭുതങ്ങൾ ചെയ്യും. ഇതുവരെയും അങ്ങനെ ഒരാൾ UP-യിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നതിന് ശേഷം കേസ് എടുക്കാതെ വിട്ടിട്ടില്ല. അതൊരു ദൈവത്തിന്റെ വലിയ ദൈവപ്രവൃത്തിയാണ് ആ സഹോദരിയുടെ മേല്. അങ്ങ് അപ്രകാരം ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാനിടയായി തീർന്നു. അവൾക്ക് അനുകൂലമായി അവളുടെ ജാതിയിൽ നിന്ന് തന്നെ RSSകാരെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. അവർക്ക് മോശമാകുമല്ലോ എന്ന് വിചാരിച്ച് പുള്ളിക്കാരിക്ക് കേസ് എടുക്കാതെ വേണം അവിടെ ഇൻഫ്ലുവൻസ് ചെലുത്തി അവിടെ നിന്ന് പുറത്തു വിടുവാനിടയായി തീർന്നു. മാനുഷികമായി നമുക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. എന്നാൽ ദൈവം സർവശക്തനായതുകൊണ്ട് മൺകൂടാരങ്ങൾ കൈപ്പണിയായതിൽ വസിക്കുവാൻ ആഗ്രഹിക്കാതെ മൺകൂടാരങ്ങളിൽ വസിക്കുന്ന കർത്താവ് നമ്മളിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ നമ്മുടെ ഹൃദയത്തിൽ കർത്താവാണ് യഥാർത്ഥത്തിൽ വസിക്കുന്നത് എങ്കിൽ ഈ പ്രതികൂലങ്ങളെ എല്ലാം മാറ്റി കർത്താവ് നമ്മളെ നടത്തുവാനിടയായിത്തീരും. നമുക്ക് സഹിക്കാവുന്നതിലപ്പുറമായൊരു പരീക്ഷ കർത്താവ് തരികയില്ല എന്ന് ഒരിക്കൽ കൂടെ അവിടെ വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. അവിടെ കുടുംബക്കാരെല്ലാം അവളോട് ഭയങ്കര എതിർപ്പാണ്. പ്രത്യേക ദൈവമക്കൾ അതിനെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. കാരണം പോലീസുകാർ വിട്ടു, രാഷ്ട്രീയക്കാർ വിട്ടു, RSSകാർ വിട്ടു, ഗ്രാമക്കാർ വിട്ടു, പക്ഷേ അവളുടെ വീട്ടുകാർ ഇപ്പോഴും വളരെ പ്രതികൂലത്തിലാണ്. വീട്ടുകാർക്ക് നാണക്കേടാണ് ഇവൾ പോലീസിൽ പോയെന്നൊക്കെ പറയും. നമുക്കറിയാമല്ലോ, ജാതികളിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു പ്രതികൂലം വരുമ്പോൾ നമുക്ക് സഹിക്കുമ്പം ഒരു പ്രത്യേക സന്തോഷം ഉള്ളിൽ. പക്ഷെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ, നമ്മളിൽ ഉള്ളവർ തന്നെ നമ്മളെ ഞെരുക്കുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ
പ്രതികൂലമെന്ന് നാം ചിന്തിക്കുന്നവരിൽ നിന്നൊക്കെ നമുക്ക് വരുന്ന പ്രതികൂലങ്ങൾ ഒരു പക്ഷെ നമുക്ക് താങ്ങുവാൻ കഴിഞ്ഞുവെന്ന് വരികയില്ല. അല്ല, അതുപോലുള്ള പ്രയാസത്തിലൂടെയാണ് പുള്ളിക്കാരി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ സഹോദരി ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. അവരുടെ ഹസ്ബൻഡ് പോലും അല്ല വിശ്വാസത്തിലോട്ട് വന്നോന്ന് ചോദിച്ചാൽ യേശുവിനോട് എതിർപ്പൊന്നുമില്ല, പുള്ളി പ്രാർത്ഥിക്കും. പക്ഷേ അല്ല, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ഇനി പിടിച്ചു നിൽക്കുവാനുള്ള അത്ര ഉറപ്പോ അത്ര ധൈര്യമോ അല്ലെങ്കിൽ അത്ര ആ ഒരു തീഷ്ണതയോ ഒന്നും പുള്ളിക്കില്ല. അല്ല, അതുകൊണ്ട് അല്ല പ്രത്യേകം ദൈവമക്കൾ ആ സഹോദരി ഓർത്ത് പ്രാർത്ഥിക്കണം. അല്ലെ, കുടുംബക്കാരുടെ മധ്യത്തിൽ നിന്ന് വരുന്ന എതിർപ്പുകളുടെ മധ്യത്തിൽ അല്ല ധൈര്യത്തോടുകൂടെ അതിനെ നേരിടുവാനുള്ള ഒരു ദൈവകൃപ പ്രിയപ്പെട്ടവൾക്ക് ലഭിക്കുവാൻ ദൈവമക്കൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ സൂം മീറ്റിംഗ് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഞങ്ങൾക്ക് അവിടെ 5 മണിക്ക് സൂം മീറ്റിംഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഈ സഹോദരി തന്നെ ഒരു ഗ്രാമത്തില് പ്രാർത്ഥനയ്ക്കായി പോയപ്പം അവിടെ ഒരു ഭൂതവിളകിയ അവിശ്വാസിയായ ഒരു സഹോദരി ഇങ്ങനെ ഓടി നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് നടക്കുക. അന്നേരം പുള്ളിക്കാരി ഇങ്ങനെ പറയുക, നിങ്ങളുടെ ഈ രാവിലത്തെ പ്രാർത്ഥന കാരണം ഞങ്ങളുടെ ഒരു സംഘത്തിനും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാവരും പോയിച്ച് തിരിച്ചു വരിക. നിങ്ങളുടെ ഈ രാവിലെയുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ ഒറ്റ എന്ന് പറഞ്ഞാൽ അവരുടെ ഗ്രൂപ്പുകൾക്ക് സാധാന്യ ഗ്രൂപ്പുകളുണ്ട്, ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ. ഇപ്പൊ പിശാച് പറയുക അവരുടെ ഗ്രൂപ്പുകൾക്കൊന്നും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് കംപ്ലൈന്റ് പറയുകയാണെന്ന്. അപ്പം നമ്മൾ ചിന്തിക്കണം, നമ്മളൊരു ചെറിയ സൂം മീറ്റിംഗ്, ഒരു പ്രാർത്ഥന, അതിൽ വലിയ പ്രസംഗം ഒന്നുമില്ല, വലിയ ആരാധന ഒന്നും അതിനകത്തില്ല, പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, വചനം വായിക്കുന്നു. എന്നാൽ ആ സൂം മീറ്റിങ്ങിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലാത്ത, യേശുവിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലാത്ത അല്ല ഒരു പിശാച് പിടിച്ച ഒരു സഹോദരി അല്ല വട്ടം കറങ്ങിക്കൊണ്ട് പറയാം, നിങ്ങളുടെ ഈ പ്രാർത്ഥന കാരണം ഒരു പിശാചിന്റെ സംഘത്തിനും ആ ഗ്രാമത്തിൽ അല്ല പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുന്നവരുടെ ചുറ്റുപാടുകളിൽ അല്ലെങ്കിൽ ഈ പിശാചിന് നിൽക്കാൻ കഴിയുന്നില്ലെന്ന്. അപ്പൊ നാം ചിന്തിക്കണം, നാം ഈ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു നിമിഷം പോലും വൃഥാവല്ല. നമ്മൾ ചിന്തിച്ചൊക്കെ സൂമല്ലേ, അല്ലെങ്കിൽ ഒരു വലിയ പ്രത്യേകതയൊന്നും ഇതിനകത്തില്ലല്ലോ, ഇതിനകത്ത് എന്താ കാര്യം, ഇതിനെ ഒരുപാട് ഡീമെറിറ്റ് ചെയ്ത് പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ കഴിക്കുന്ന ഈ ഒരു നിമിഷം പോലും വൃഥാവല്ല. അല്ല, നാം ഈ പ്രാർത്ഥിക്കുമ്പോൾ, നാം ആരാധിക്കുമ്പോൾ, നാം കർത്താവിനെ സ്തുതിക്കുമ്പോൾ പിശാചിന്റെ പ്രവർത്തികൾക്ക് അല്ലെങ്കിൽ അത് അസാധുവായി പോകുകയാണ്. പിശാചിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അവർ സംഘമായിട്ട് വളരെ ഐക്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവർക്ക് പ്രവർത്തിക്കുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിലൂടെ വളരെ ദൂരത്തിലാണ് നമ്മളെങ്കിലും നമ്മുടെ ഈ ഐക്യമായ പ്രാർത്ഥന, നമ്മുടെ കൂട്ടായ്മ അത് വളരെ ഫലം ചെയ്യുന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ ഈ പ്രാർത്ഥന ഒരു നിഷ്ഫലമല്ല എന്ന് ഓർപ്പിക്കുവാനായിട്ട് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ബീഹാറിലെ ആൾക്കാരെ സംബന്ധിച്ച് എഴുത്തും വായനയും അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഈ വചനമൊക്കെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഈ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അത് അനേകർക്കൊരു അല്ലെങ്കിൽ ആശ്വാസവും അനുഗ്രഹവും അല്ലെങ്കിൽ അവർക്കൊരു ബലവുമായി തീരുവാനിടയായി തീർന്നു. റെഗുലറായിട്ട് പ്രാർത്ഥിക്കാനുള്ള കഴിവോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് ഒരു പാരമ്പര്യമായ ഒരു പഠിപ്പോ ഒന്നും അവർക്ക് ഇല്ലാത്തത് കൊണ്ട് ആണ് ഞങ്ങൾ ഈ മോർണിംഗിലുള്ള പ്രെയർ സ്റ്റാർട്ട് ചെയ്തത്. കാരണം അവർക്ക് അതിലേക്കൊരു ഇൻഫ്ലുവൻസ്, അവരുടെ ജീവിതത്തിൽ ഒരു ദിനചര്യയായി മാറുവാൻ ഇടയാകട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ അത് ചെറിയൊരു ഉദ്ദേശത്തോടുകൂടെ നമ്മൾ ആരംഭിച്ചതെങ്കിലും ഈ പിശാച് പറഞ്ഞപ്പോഴാണ് ഇത് മനസ്സിലായി, അതിന്റെ ഗൗരവം പിടികിട്ടിയത്. എല്ലാ ഗ്രാമത്തിനും പിശാചിനും വർക്ക് ചെയ്യുവാൻ കഴിയാതെ വണ്ണം അല്ല ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളെ ഓർത്ത് നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമങ്ങൾ യേശുവിൻ്റെതായിക്കൊണ്ടിരിക്കുക. പ്രതികൂലങ്ങൾ അനവധി ഉണ്ട്, എന്നാൽ അതിന്റെ ഒക്കെ മധ്യത്തിൽ ദൈവം പ്രവൃത്തി അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലെങ്കിൽ കർത്താവ് അടുത്ത ഒരു വാക്യത്തിൽ ആ 10:2 ഇപ്രകാരം പറയുകയാണ്, കൊയ്ത്ത് വളരെയുണ്ട്. കർത്താവിന്റെ വരവിന് മുമ്പ് ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ കർത്താവ് നമ്മുടെ മുമ്പിൽ ഏൽപ്പിച്ചിട്ടാണ് കടന്നുപോയത്. എന്നാൽ കൊയ്ത്ത് വളരെയുണ്ട്. യേശു കർത്താവ് നമ്മളോട് പ്രാർത്ഥിക്കാനായിട്ട് ദൈവത്തോട് അപേക്ഷിക്കാനായിട്ട് പറഞ്ഞു. പ്രാർത്ഥിക്കാൻ കർത്താവ് നമുക്കൊരു പ്രാർത്ഥനയുടെ ഇത് ശിഷ്യന്മാരെ പഠിപ്പിച്ചത് നമുക്കറിയാം. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ എന്നും പറയുന്നു, നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കാറുണ്ട്, നന്ദി പറയാറുണ്ട്, ഒക്കെ ശരിയാണ്. എന്നാൽ ദൈവത്തോട് അപേക്ഷിക്കുവാനായി ദൈവം പറഞ്ഞ ഒരേ ഒരു പ്രാർത്ഥന, അത് കൊയ്ത്തിന്റെ യജമാനനോട് വേലക്കാരെ അയക്കുവാൻ പ്രാർത്ഥിപ്പീനെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മളിൽ നിന്ന് ആരംഭിക്കട്ടെ. ആ പ്രാർത്ഥന നമുക്ക് ഏറ്റെടുക്കാം. ഈ ദിവസങ്ങളിൽ, ഈ അവസാന കാലങ്ങളിൽ, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായ ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി ശോഭിക്കുന്ന, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന വേലക്കാരെ കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആ വേലക്കാര് നമ്മളാകട്ടെ. അത് ഒരു വീട് പണിയുന്നതിന് ഒരു മേസ്തിരി മാത്രമല്ല,
അതിനകത്ത് ഒരുപാട് ഘട്ടങ്ങളിൽ ഒരുപാട് പണിക്കാർ ആവശ്യമാണ്. അതിന് ബാത്റൂമിന്റെ കുഴി കുത്തുന്നത് വലിയ കാര്യമൊന്നുമല്ലോ എന്ന് ചിന്തിച്ചേക്കാം. പക്ഷെ അതിന് പോലും ആള് വേണം, അത് ചെയ്തേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ കർത്താവിന്റെ വേല എന്ന് പറയുന്നത് ഒരു വലിയ കെട്ടുപണിയാണ്. ഈ കെട്ടുപണിക്ക് വേണ്ടി പല സാഹചര്യങ്ങളിലൂടെ നമുക്ക് പ്രയോജനപ്പെടുവാൻ സാധിക്കും. പല രീതികളിൽ കർത്താവിന് വേണ്ടി ഇതിൽ ഉപയോഗിക്കപ്പെടുവാൻ നമുക്ക് കഴിയും. അപ്പം ദൈവത്തിന്റെ സന്നിധിയിൽ ഇത് കർത്താവെ എന്താ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാണ്. അത് എന്തായാലും നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. കർത്താവ് നമുക്ക് കഴിയാത്തതൊന്നും നമ്മളോട് പറയല്ല, അല്ലല്ലേ? അപ്പം ദൈവത്തോട് ചോദിക്കാൻ ഒരു ധൈര്യം നമുക്കുണ്ടാകണം. നമുക്ക് കർത്താവ് എന്നെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കാനോ, നമ്മൾ പലപ്പോഴും നമ്മുടെ ആശയങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും കർത്താവിനോട് പറയും. കർത്താവെ, അവിടെ അത് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഇത് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അങ്ങനെ പോകാം, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമുക്ക് ദൈവത്തോട് ചോദിക്കാൻ കഴിയുമോ, കർത്താവെ അങ്ങ് എന്നെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ ഇഷ്ടം എന്താ എന്നെക്കുറിച്ച്, അത് ചെയ്യാൻ സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ കഴിയുമോ? അല്ലെ നമുക്ക് അസാധ്യമായിരിക്കാം. കാരണം ഞങ്ങൾ ബീഹാറിൽ കടന്നു പോയി എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊരു കന്യാസ്ത്രീയാകാൻ പോകണമെന്ന് ആഗ്രഹിച്ചു. ഞങ്ങൾ റോമൻ കത്തോലിക്ക കുടുംബത്തിലായിരുന്നു. അപ്പം ഞാൻ ഈ കുടുംബത്തിൽ അനേകര് കന്യാസ്ത്രീമാരായിട്ടുള്ളത് കൊണ്ടും ആ ഒരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെന്ന് എൻ്റെ ഹൃദയത്തിൽ വലിയ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കാൻ ഒരു സാഹചര്യം വന്നു. അതൊക്കെ വലിയ ഒരു അത്ഭുതമാണ് അങ്ങനെയൊക്കെ നടന്നത്. അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം പറയാനായിട്ടുള്ള സാഹചര്യമില്ല. എന്നാൽ അന്ന് യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അപ്പം സ്വീകരിച്ച അന്ന് തൊട്ട് എനിക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഇത് എന്നാ ചെയ്യേണ്ടതെന്നൊന്നും അത്ര അടുത്തൊരു പാസ്റ്ററുടെ ഭാര്യ എന്നുള്ളതിലുപരിയായിട്ട് പെന്തക്കോസ്ത അനുഭൂതി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ള ആ ഒരു വലിയ കാഴ്ചപ്പാടോ അറിവുകളോ ഒന്നും അന്നില്ല. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം എന്താഗ്രഹിക്കുന്നു, ഈ ട്രാക്റ്റൊക്കെ ഒന്നൊക്കെ എല്ലാ വീടുകളിലും കൊണ്ട് കൊടുക്കും. അപ്പം അവരെല്ലാം നമുക്ക് കഥവൊക്കെ കൊട്ടി അടയ്ക്കും, ഇവിടെ ഞങ്ങൾക്ക് ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞു. കാരണം പള്ളിയിൽ നിന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കഥമൊക്കെ കൊട്ടി അടിക്കും. അപ്പം എനിക്ക് വളരെ സന്തോഷമാണ്. പിന്നെ ചിലരൊക്കെ തുപ്പും, കാരണം നമ്മൾ ഈ ഓർണമെന്റ്സ് ഒക്കെ ഊരിയാണല്ലോ കർത്താവിന് വേണ്ടി അന്ന് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പം അത് വളരെ നിന്നയാണ്. സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും അവരുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളെ ഒഴിവാക്കി. അപ്പം ഈ കല്യാണത്തിന് വിളിക്കാത്തപ്പോൾ സന്തോഷമാണ്. കാരണം സ്വർഗത്തിലെ കല്യാണത്തിന് നമുക്ക് ഒരു മുൻപന്തിയിൽ കർത്താവ് നമ്മളെ ആക്കും. കാരണം ഇവിടെ എന്ത് നമ്മൾ സഹിക്കുന്നു അതിനൊക്കെയും സ്വർഗത്തിൽ പ്രതിഫലം കൂടും എന്നുള്ള ആ ഒരു ധൈര്യം ഹൃദയത്തിനകത്തുണ്ടായിരുന്നു. അപ്പം അതൊക്കെ വലിയ സന്തോഷമാണ്. അപ്പം ഈ ട്രാക്റ്റ് കൊണ്ട് കൊടുക്കാൻ പോകുമ്പം അവരൊക്കെ തുപ്പിയിട്ടുണ്ട് കാലിലോട്ട്. ഈ സ്വർണ്ണമൊക്കെ ഊരി കഴിയുമ്പോൾ നമ്മളെ ഒരു വല്ലാത്ത സ്ഥിതിയിലാണ് അവർക്ക് തോന്നുന്നത്. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ അവർക്കത് ഫീൽ ചെയ്തിട്ട് അവരിങ്ങനെ തുപ്പിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം ഒരു തുപ്പുമ്പം മേത്തല്ല കേട്ടോ തുപ്പിയത്, ഇങ്ങനെ അവർ നമ്മൾ കാണുമ്പോൾ എന്ന് പറയുന്ന ആ ഒരു രീതി. അപ്പം അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ സന്തോഷിച്ചു. കർത്താവേ ഹല്ലേലൂയ, അങ്ങനെ തുപ്പുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ ഒരു പ്രതിഫലം കൂടുക, നമുക്ക് കിരീടം കിട്ടും. ഈ കിരീടത്തെ മുത്തുകൾ പ്രകാശിക്കുന്നത് നമ്മൾ ഇങ്ങനെയുള്ള പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ്. ഈ പ്രതിസന്ധിയിലും ഈ അപമാനത്തിലും ഒക്കെ നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോഴാണ്, ഈ പ്രതികൂലം വരുമ്പോഴും നമ്മൾ ഈ ട്രാക്റ്റ് നീട്ടാൻ നമുക്ക് കഴിഞ്ഞാൽ സ്വർഗത്തിലെ പ്രതിഫലം വളരെ വലുതാണ്. അന്ന് ആ ഒരു തീഷ്ണമായിട്ട് ഓടുവാൻ കർത്താവിനെ സഹായിച്ചു. അതിനുശേഷം ബൈബിൾ കോളേജിൽ പോയി. +2 പഠനത്തിന് ശേഷം ബൈബിൾ കോളേജിൽ പോയി. അവിടെ ചെന്നപ്പോഴും ഞാൻ എന്നും പ്രാർത്ഥിക്കും, കർത്താവെ അങ്ങേക്ക് ഇഷ്ടമുള്ളതുപോലെ എന്നെ ഉപയോഗിക്കണമേ, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് സഹായിക്കണമെന്ന്. എന്നാൽ എങ്ങനെയാ എന്താന്നുള്ള ഒരു രീതിയോ ഞാൻ ചിന്തിച്ചു പോയ സ്ഥിതിയോ ഒന്നുമല്ല അവിടെ. അപ്പം ഞാനിങ്ങനെ ലൈബ്രറിയിൽ ഒരു പ്രാവശ്യം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാസികയിൽ ഒരു പാവപ്പെട്ട സ്ത്രീയെ, ശരിക്കും വസ്ത്രം ധരിച്ചിട്ടില്ല, അല്ലെങ്കിൽ വളരെ ക്ഷീണിതായ ഒരു ആദിവാസി സ്ത്രീയുടെ ഫോട്ടോ കൊടുത്തിട്ട് ഇങ്ങനെയുള്ളവരുടെ അടുക്കൽ എനിക്കായി പോകും എന്നൊരു ഹെഡിങ് ഞാൻ വായിച്ചു. അതെന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. കർത്താവെ ഹല്ലേലൂയ, അന്നാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, ഇങ്ങനെയുള്ള ആളുകളുടെ അടുക്കിലേക്ക് എൻ്റെ യേശുവിൻ്റെ വചനവുമായിട്ട് എനിക്ക് കടന്നു പോകാൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ, ആരും പോകാൻ ഇഷ്ടപ്പെടാത്ത സ്ഥലത്ത് കർത്താവ് എന്നെ അയക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന അന്ന് എൻ്റെ ഹൃദയത്തിൽ ഉരുവായതാണ്. അന്ന് തൊട്ട് ഞാൻ എന്നും ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കും. അപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിന്റെ ഫീസ് ഒന്നും അടയ്ക്കാൻ നിനക്ക് നോട്ടീസ് ബോർഡിലൊന്നും പേര് വന്നിട്ടില്ല, നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, നിന്റെ വീട്ടിൽ നിന്റെ അപ്പം കള്ളുകൂടിയനോ അങ്ങനെ പ്രയാസങ്ങളോ ഒന്നുമില്ല, എല്ലാവരും എൻ്റെ മമ്മിയും ഡാഡിയും എൻ്റെ സഹോദരങ്ങളെല്ലാം വിശ്വാസത്തില്ല, ഭവനത്തിൽ എനിക്ക് വേറെ പ്രശ്നമൊന്നും, പിന്നെ നീ എങ്ങനെ ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് നിന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് വലിയൊരു ആത്മഭാരം അന്ന് എൻ്റെ ഹൃദയത്തിൽ തന്നു. ഇങ്ങനെയുള്ളവരുടെ അടുക്കിലേക്ക് കർത്താവെ എന്നെ അയക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന. അത് മാനുഷികമായിട്ട് എനിക്ക് വളരെ അസാധ്യമാണ്. എങ്ങനെ പോകുമെന്നോ എങ്ങനെ അത് ജീവിതത്തിൽ സംഭവിക്കുമെന്നോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാനങ്ങ് പ്രാർത്ഥിച്ചു, കർത്താവെ എന്നെ ഈ പ്രകാരമുള്ളവരുടെ അടുക്കൽ അങ്ങ് അയച്ചാൽ ഞാൻ പോകാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് പോകാനോ സ്വന്തമായിട്ട് ചെയ്യാനോ ഒരു കഴിവുമില്ല എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പം
അങ്ങനെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. അന്ന് തന്നെ ബൈബിൾ കോളേജിൽ വെച്ചൊക്കെ ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട്, ഒരു ആദിവാസികളുടെ ഇടയിൽ പറയാം. കാരണം ക്ലാസ്സിലൊക്കെ ആരെന്നോട് നിങ്ങളുടെ ദർശനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല നിങ്ങൾക്ക് എന്താ ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അന്നേരെ പറയും എനിക്ക് ആദിവാസിയുടെ ഇടയിൽ വർക്ക് ചെയ്യാനാ എന്ന് പറയാം. അപ്പം കോളേജ് മൊത്തത്തിൽ ഞാൻ ഒരു ആദിവാസിയുടെ ഇടയിൽ വർക്ക് ചെയ്യുന്നവളാണെന്നുള്ള ആ ഒരു പരിഹാസം എൻ്റെ ബൈബിൾ കോളേജിൽ നിന്ന് പോലും ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ. എല്ലാവരും എന്നെ കളിയാക്കും, ആദിവാസിയുടെ ഇടയിൽ വർക്ക് ചെയ്യുന്നവൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ അങ്ങനെയുള്ളവരുടെ അടുക്കിലേക്ക് പോകാനൊന്നും എനിക്ക് യാതൊരു കഴിവോ അറിവോ ഒന്നുമില്ല, പക്ഷെ കർത്താവ് എന്നെ സഹായിച്ചാൽ എനിക്ക് പോകാൻ കഴിയും. ഞാൻ അന്നും കണ്ണുനീരോടെ ദൈവസ്ഥനിൽ പ്രാർത്ഥിച്ചു. വിവാഹം കഴിഞ്ഞപ്പോഴാണെങ്കിൽ പാസ്റ്റർ തിരുവല്ലായാലും മുണ്ടിയപ്പള്ളിയിലും ചെങ്ങന്നൂരും ഒക്കെ ശക്തമായി കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അപ്പം എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ചിന്തിക്കും, കർത്താവ് ഇവിടെ ഒന്നും അല്ലായിരുന്നു എൻ്റെ ആഗ്രഹം, പക്ഷേ ഇപ്പം നമുക്ക് തന്നെ പോകാനോ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പാസ്റ്റർക്ക് ദുബൈയിലുള്ള അവസരം കിട്ടി. അതൊക്കെ പാസ്റ്ററെ സംബന്ധിച്ച് അതൊക്കെ വളരെ സന്തോഷമായിരുന്നു. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വളരെ വേദനയാണ് എപ്പോഴും. കർത്താവ് ഞാൻ അവിടെയൊക്കെ ആര് വേണേലും പോകാൻ തയ്യാറാണല്ലോ, പക്ഷെ ആരും പോകാത്തടത്ത് പോകാൻ എൻ്റെ ഹൃദയത്തിലൊരു ആഗ്രഹം കർത്താവ് തന്നതെങ്കിൽ കർത്താവ് അതിനൊരു വഴി ഒരുക്കുമെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് 2010 ബീഹാറിൽ കടന്നു പോകാൻ ചുരുക്കി പറഞ്ഞാൽ ദൈവമായിട്ട് കർത്താവിൻ്റെ ദാസനിലൂടെ തന്നെ. ഞാനൊന്നുമില്ല, എനിക്ക് 2 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റിയോ കഴിവോ അല്ലെങ്കിൽ ലാംഗ്വേജോ ഒന്നും അറിയത്തില്ല. ഞാൻ സത്യത്തിൽ നോർത്ത് ഇന്ത്യയിൽ കടന്നുപോയ അവിടെ ഏത് ഭാഷയിൽ ഇവരോട് പറയുമെന്ന് പോലും ചിന്തിച്ചിട്ടില്ലാത്തൊരു ഒരു വ്യക്തിയാണ്. ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല എങ്ങനെ അവിടെ പോയാൽ കഴിയുമെന്നോ എങ്ങനെ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നോ ഒന്നും ചിന്തിച്ചിട്ടില്ല. അന്ന് ഞാൻ അല്ലെങ്കിൽ പോകാനൊരു അവസരം കിട്ടി. അപ്പോൾ അവിടുന്ന് അവർ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കുടുംബമായിട്ട് വരണ്ട, ഒരാൾ വന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ ബാക്കി വന്നു. അപ്പം എന്നെ സംബന്ധിച്ച് ഞങ്ങൾ പാസ്റ്റർ പോകാൻ തയ്യാറാണ്, ഇനിയിപ്പോൾ എന്തായാലും മനുഷ്യരവിടെ താമസിക്കുന്നുണ്ടല്ലോ, ഒരു കുഴപ്പമില്ല പോകാം എന്നുള്ള ആ ഒരു പൂർണ്ണ സന്തോഷത്തോടു കൂടി ഞങ്ങൾ കുടുംബമായിട്ട് 2 കുഞ്ഞുങ്ങളുമായി ബീഹാറിലേക്ക് കടന്നു പോകാൻ കർത്താവ് സഹായിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ എതിലേക്കൂടെയും കർത്താവ് നമ്മളെ ഉപയോഗിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ കണ്ടീഷൻസ് നമ്മൾ അത് ചെയ്യാം ഇത് ചെയ്യാം എന്ന് നമ്മൾ അങ്ങ് തീരുമാനിച്ച് നമ്മൾ പോകുവാണെങ്കിൽ നമ്മൾ അങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കുക. അതിൻ്റെ പരിണിത ഫലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഉണ്ടായെന്ന് വരാം. എന്നാൽ കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ സമർപ്പിച്ചാൽ കർത്താവ് നമ്മളെ അതിലേക്ക് തന്നെ നടത്തുകയും കർത്താവ് നമ്മളെ ഉപയോഗിക്കുകയും ചെയ്യും. അത് ഏത് മേഖലയിലോ ഒരാൾ ചെയ്യുന്ന കാര്യം എനിക്ക് ചെയ്യാൻ കഴിയണമെന്നില്ല, അത് അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. അതിൽ എനിക്ക് യാതൊരു സങ്കടപ്പെട്ടിട്ടും കാര്യമില്ല. കർത്താവ് എന്നെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നു നമ്മൾ ഓരോരുത്തരും ദൈവസ്ഥനിൽ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവെ അങ്ങ് എന്നെ കുറിച്ച് ഈ ശേഷിക്കുന്ന 1 മണിക്കൂർ ആയിക്കൊള്ളട്ടെ, 1 മിനിറ്റ് ആയിക്കൊള്ളട്ടെ, എത്ര സമയം നമുക്ക് ശേഷിക്കുന്നത് നമുക്ക് ആർക്കും അറിയത്തില്ല. പക്ഷേ കർത്താവ് ശേഷിക്കുന്ന സമയം കർത്താവ് എന്നെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നു എന്ന് ദൈവസ്ഥനിൽ ചോദിക്കാനുള്ളൊരു ധൈര്യം നമുക്കുണ്ടാകണം. ആ ധൈര്യം എവിടുന്നാ ഉണ്ടാകുന്നത്? കർത്താവ് ആരാണെന്ന് മനസ്സിലായാലേ നമുക്ക് ആ ധൈര്യം ഉണ്ടാവുള്ളൂ. കാരണം കർത്താവിന് ഇഷ്ടമുള്ളിടത്ത്, കർത്താവിന്റെ ഈ ഭൂമി മൊത്തം, ഈ ഭൂമിയും ഇതിലുള്ളതൊക്കെ നമ്മുടെ കർത്താവിന്റെയാ. അല്ലെങ്കിൽ കർത്താവിന് സകലതും ചെയ്യുവാൻ കഴിയും. നാം ഒരു കഷ്ടത്തിൽ കൂടെ പോയ കർത്താവ് അത് അറിയാതെ അല്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ധൈര്യം നമ്മളിൽ ഉണ്ടായാലേ നമുക്ക് ഈ ദൈവത്തോട് ചോദിക്കാൻ പറ്റുള്ളൂ, കർത്താവെ അങ്ങ് എന്താ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന്. കർത്താവിന്റെ വലിപ്പത്തെ നമ്മൾ മനസ്സിലാക്കിയാൽ ആ ദൈവത്തിന്റെ ഹിതം എന്താന്ന് ചോദിക്കാനുള്ള ധൈര്യം നമ്മളിൽ ഉണ്ടാകും. കാരണം കർത്താവ് നമ്മളെ എങ്ങനെയാ സ്നേഹിക്കുന്നത്, ദൈവത്തിന് ഞാൻ ആരാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ദൈവഹിതം എന്താണെന്ന് ചോദിക്കാനുള്ള ധൈര്യവും നമുക്കുണ്ടാകും. കാരണം ദൈവം സർവശക്തനാണ്, സർവവ്യാപിയാണ്, ഏത് സാഹചര്യത്തിലും നമ്മളെ വിടുവിപ്പാൻ ശക്തനാണ്. ദൈവവചനത്തിൽ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതൊക്കെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് പ്രാബല്യത്തിൽ വരണമെങ്കിൽ നമുക്ക് വ്യക്തിപരമായ ഒരു പേഴ്സണൽ എൻകൗണ്ടർ, പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടാകണം. എൻ്റെ യേശു എനിക്ക് ആരാണ്, ഹല്ലേലൂയ, ആ ഒരു അനുഭവം നമ്മളിൽ ഉണ്ടാകട്ടെ. നമ്മുടെ പ്രായം ഒരു വിഷയമേ അല്ല, നമ്മുടെ കഴിവുകൾ ദൈവത്തിനൊരു വിഷയമേ അല്ല. നാം തയ്യാറാണോ? നമ്മുടെ ഹൃദയം ഒരുക്കമാണോ? കർത്താവ് നമ്മളെ ഉപയോഗിക്കാനിടയായിത്തീരും. നമ്മുടെ വേദനകൾ മാറുവാനിടയായിത്തീരും. നമ്മുടെ പ്രയാസങ്ങൾ നമ്മളെ വിട്ട് മാറുവാനിടയായിത്തീരും. നമുക്ക് വേണ്ടി വഴികൾ ഒരുക്കപ്പെടുവാനിടയായിത്തീരും. ചെങ്കടലിനെ ആണോ അതിനെ 2ആയി വിഭാഗിച്ച് കർത്താവ് നമ്മളെ നടത്തുവാനിടയായിത്തീരും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അങ്ങനെ ഞങ്ങളെ ട്രെയിനിൽ കയറി അല്ലെങ്കിൽ യാത്ര പുറപ്പെടുക. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പം ട്രെയിനിൽ ഈ ബീഹാറിലേക്ക് പോകുന്ന ട്രെയിൻ 3 ദിവസത്തെ യാത്രയാണ്. അപ്പൊ ഈ ട്രെയിൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാ കച്ചവടക്കാരും ഹിന്ദിക്കാരാ. ഹിന്ദിയിൽ ഇങ്ങനെ ഓരോ സാധനം കൊണ്ട് ഇങ്ങനെ വരുന്നു, വെള്ളം കൊണ്ട് വരുന്നു, ചായ കൊണ്ട് വരുന്നു. ഇപ്പൊ ഇതെല്ലാം ഹിന്ദിയിലാ പറയുന്നത്. അപ്പൊ
ഞാൻ സത്യത്തിൽ ചിന്തിച്ചു, അയ്യോ ഇവരെല്ലാം ഹിന്ദിയിലാണല്ലോ പറഞ്ഞത്, ഇവർക്കൊരു മലയാളം പറഞ്ഞാൽ അറിയത്തുപോലുമില്ല. ഞാനിങ്ങനെ കർത്താവേ, ഇനി അവിടെ ചെന്ന് ഈ എല്ലാ ഹിന്ദിക്കാരെ എങ്ങനെ വർത്താം, ഹിന്ദി ഒന്നും അറിയത്തില്ല. അപ്പം ഞാൻ ചിന്തിച്ച് എങ്ങനെയായാലും ഇത് പഠിച്ചേ പറ്റുള്ളൂ, ഒന്നും മിണ്ടിയിട്ട് കാര്യമില്ല. അപ്പം ഞാൻ അല്ലെ ഗരം ചായ എന്ന് പറഞ്ഞു വന്നപ്പം ഗരം എന്ന് പറഞ്ഞാൽ എന്നാന്ന് എനിക്കറിയത്തില്ല, ചായ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഈ ഹിന്ദി വായിക്കാനും എഴുതാനും അറിയാമെങ്കിലും ഒന്നും പറയാൻ അറിയത്തില്ലാത്ത ഒരു വ്യക്തി, എല്ലാം കാണാതെ പഠിച്ച് പരീക്ഷ എഴുതിയിട്ടുള്ള ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ഗരം ചായ എന്ന് പറഞ്ഞു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ ചൂട് ചായക്കാണല്ലോ ഗരം എന്ന് പറഞ്ഞ് ഗരം ചായ. അപ്പോൾ ഗരം എന്ന് പറഞ്ഞാൽ ചൂടാണ് എന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാനങ്ങ് എഴുതി വെച്ചു, അത് പഠിച്ചു. എന്നിട്ട് ഠണ്ടാ പാനി എന്ന് പറഞ്ഞിങ്ങനെ വരുവാ. അപ്പം എനിക്ക് ഈ പാനി എന്ന് പറഞ്ഞാൽ എനിക്കറിയാം വെള്ളമാണ്, പക്ഷേ ഈ തണുത്ത വെള്ളത്തിനാണ് ഠണ്ടാ പാനി. അപ്പം ഞാൻ പെട്ടെന്ന് ഠണ്ട എന്ന് പറഞ്ഞാൽ തണുപ്പ് എന്നും എഴുതി വെച്ചു. പിന്നെ തീരെ കുഞ്ഞുങ്ങൾ 3.5 വയസ്സും 5.5 വയസ്സും, മോന് 5.5 വയസ്സും മോക്ക് 3.5 വയസ്സും. അപ്പോൾ ഇവർ ഈ ട്രെയിനിൽ കയറി 3 ദിവസം ഇവരെയും കൊണ്ട് അങ്ങ് പോകുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ഈ കച്ചവടക്കാർ വരുമ്പോൾ മൊത്തം ഇവർ കരച്ചില്ല, അത് വേണം ഇത് വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം, ഈ ഭയങ്കര പ്രശ്നം. അപ്പം ഇവർക്ക് ഒന്നും അറിയത്തില്ലോ ഹിന്ദി. നഹി എന്ന് പറഞ്ഞാൽ എന്നാന്ന് എനിക്കറിയാം. അപ്പം ഞാൻ പിള്ളേരോട് പറഞ്ഞു, നഹി എന്ന് നമ്മൾ പറഞ്ഞാൽ ഇവർ ഈ സാധനം എല്ലാം നമുക്ക് തന്നേച്ചു പോവും, അതുകൊണ്ട് നഹി എന്ന് വരുമ്പോൾ പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പിള്ളേര് എല്ലാ കച്ചവടക്കാർ വരുമ്പോഴും ഇവിടെ കിടന്ന് പറയും നഹി എന്ന് പറയും. അപ്പോൾ ഈ കച്ചവടക്കാർ പതുക്കെ അങ്ങ് പോവും. അല്ലല്ലേ അങ്ങനെ പറ്റിച്ചാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ബീഹാറിൽ കടന്നു പോകാനിടയായി തീർന്നത്. അല്ലെങ്കിൽ സർവശക്തനായ ദൈവം ലോകത്തിന്റെ അവസാനം വരെയും അല്ലെങ്കിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് അല്ലെങ്കിൽ വാക്ക് പറഞ്ഞ കർത്താവ് അല്ലെങ്കിൽ സർവശക്തനായ ദൈവമായതുകൊണ്ട്, അത്ഭുത മന്ത്രി വീരനായ ദൈവമായതുകൊണ്ട് ആ ദൈവം ഞങ്ങൾ കടന്നു ചെന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അവരുടെ ഹല്ലേലൂയ മൃഗങ്ങളെ ദൈവം സൗഖ്യമാക്കി, പശുവിനെ കർത്താവ് സൗഖ്യമാക്കി. അതാണ് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഒരു വലിയ അത്ഭുത പ്രവൃത്തി. ഹല്ലേലൂയ. ആ പശു ആഹാരം കഴിക്കാതെ വയറൊക്കെ കമ്പിച്ച് കിടക്കുന്ന സാഹചര്യത്തിൽ ഹിന്ദി ഒന്നും അറിയത്തില്ലല്ലോ, സമയം മുമ്പോട്ട് പോയി. എന്നാലും ഞാൻ ജസ്റ്റ് ഈ കാര്യം മാത്രം പറഞ്ഞ് അല്ലെങ്കിൽ സന്ദേശത്തിൽ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം ഒരു പശു എന്നും ഒരു സഹോദരി പാല് കൊണ്ടും തരാനായിട്ട് വരുവാൻ. ഈ സഹോദരിയാണെങ്കിൽ ഈ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജിലെ ശരിക്കും ഹിന്ദി പോലുമല്ല, ഇവർ ഭയങ്കര സ്പീഡുമോ എനിക്കൊന്നും മനസ്സിലാകത്തില്ല. പക്ഷേ ഞാനിങ്ങനെ ഇവരുടെ കൂടെ ഇരിക്കും, കാരണം ഇത് വേറൊരു നിവൃത്തിയില്ലല്ലോ. ഞാൻ മലയാളത്തിൽ പറഞ്ഞാൽ ഇവർക്കൊന്നും മനസ്സിലാകത്തില്ല, അവർ പറയുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ കർത്താവിനാൽ ഒരുക്കപ്പെട്ട് ഈ സഹോദരി പാല് കൊണ്ടു തരാൻ വന്നു കഴിഞ്ഞാൽ കുറെ സമയം ഞങ്ങളുടെ കൂടെ അവിടെ ഇരിക്കും. അവിടെ കുത്തിയിരുന്ന് നിലത്ത് കുത്തിയിരിക്കുന്നതാണ് ഇവരുടെ ശീലം. ഇവരെങ്ങ് കുത്തിയിരുന്ന് ഇങ്ങനെ വർത്താനം ഇങ്ങനെ പറയും, ഞാനും അവരുടെ കൂടെ അവിടെ ഇരിക്കും. കുറെ സമയമൊക്കെ കേൾക്കും, ഇങ്ങനെ ആംഗ്യമൊക്കെ കാണിച്ച് എന്തൊക്കെയോ പറഞ്ഞൊക്കെ അങ്ങ് പോകും. അങ്ങനെ ഒരു ദിവസം ഈ പുള്ളിക്കാരി പാലൊന്നും ഇല്ലാതെ വളരെ വേദനയോടെ ഇങ്ങ് നെഞ്ചത്തൊക്കെ അടിച്ച് ഇങ്ങ് വന്നിട്ട് പറഞ്ഞു, ഇവര് ഗായ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, പക്ഷെ ഗായ്ക്ക് എന്തോ പറ്റി, പാലെന്ന് പറഞ്ഞാൽ എന്നാന്ന് പോലും അറിയത്തില്ല. അല്ലെങ്കിൽ പക്ഷെ ഇവരിങ്ങനെ പാല് കൊണ്ടുവരാതെ വന്നത് കൊണ്ട് എനിക്ക് തോന്നി ഇവരുടെ പശുവിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, കാരണം ഇവരുടെയൊക്കെ വരുമാന മാർഗം അതാണല്ലോ. അപ്പം ഇവർ വളരെ വിഷമത്തോട് നെഞ്ചത്തൊക്കെ അങ്ങ് അടിച്ചവരുന്നു. ഇവർക്ക് നെഞ്ചത്തടിക്കുന്നതിന് നമ്മുടെ കൂട്ടല്ല കേട്ടോ, അങ്ങ് ശക്തമായിട്ട് അടിക്കും, ഇവർക്ക് ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെയൊക്കെ അടിച്ചങ്ങ് സങ്കടപ്പെട്ട് കരഞ്ഞു വന്ന് ഇവിടെ അങ്ങ് കുത്തിയിരുന്നു. ഞാൻ വിചാരിച്ചു എൻ്റെ കർത്താവേ ഇവരോട് എന്നതാന്ന് ചോദിക്കാൻ പോലും അറിയത്തില്ല, പക്ഷെ ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ഇതിങ്ങനെ ഈ ഹിന്ദി പറയാനോ അല്ലെ അവരുടെ കൂടെ ഒന്ന് വീട്ടിലേക്ക് വരാമെന്ന് പറയാനോ ഒന്നും അറിയത്തില്ല. ഞാൻ പതുക്കെ കുറച്ചു നേരം കേട്ടേച്ച് ഞാൻ എഴുന്നേറ്റ് ഇവരുടെ കയ്യെ പിടിച്ച് ഇവരുടെ വീട്ടിലോട്ട് അങ്ങ് പോയി. അവരുടെ വീട്ടിൽ ചെന്നപ്പം പശു ഇങ്ങനെ ഫ്രണ്ടിൽ കിടപ്പുണ്ട്. അല്ലപ്പം ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ ഈ പശുവിന് എന്തോ കുഴപ്പമോ, പശുവിൻ്റെ വയറെല്ലാം കമ്പിച്ച് കിടക്കും, ഇതിങ്ങനെ ഒന്നും കഴിക്കാതെ അതിൻ്റെ തീറ്റയെല്ലാം ഇങ്ങനെ ആ പാത്രത്തിൽ തന്നെ കിടപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇച്ചിരി വെള്ളം പ്രാർത്ഥിച്ച് ഈ പശുവിനങ്ങ് കൊടുത്താൽ അല്ലെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും ഇല്ലല്ലോ. പക്ഷെ ഹിന്ദിയിലൊന്നും പറയാനൊന്നും അറിയത്തില്ല, ഇച്ചിരി വെള്ളം എടുത്തു തരാൻ പറയാനും ഒന്നും അറിയത്തില്ല. പക്ഷേ അല്ലെ ഞാൻ തന്നെ അവർ ഈ ബാത്റൂമിൽ കൊണ്ടുപോകുന്ന ഒരു മൊന്ത അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം ആ മൊന്തക്കകത്തോട്ട് ഞാൻ തന്നെ ബോർവെല്ലിൽ അടിക്കാൻ തുടങ്ങിയപ്പം അവർ ബോർവെല്ലിൽ അടിച്ച് എനിക്ക് തന്നു. ഞാൻ ആ വെള്ളം പിടിച്ചു. ആ വെള്ളം പിടിച്ച് വെച്ച് ഞാൻ ഇവരോട് കണ്ണടയ്ക്കണം എന്ന് പറയാനോ ഇവരോട് പ്രാർത്ഥിക്കാൻ പോവുകയെന്ന് പറയാനോ ഒന്നും അറിയത്തില്ല. ഞാൻ ഈ വെള്ളം എടുത്ത് കണ്ണടച്ച് അല്ലെങ്കിൽ മലയാളത്തിൽ അങ്ങ് പ്രാർത്ഥിച്ചു. ഇവരിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. ഈ വെള്ളം ഞാൻ അങ്ങ് പ്രാർത്ഥിച്ച് ഒഴിച്ചു കൊടുത്തപ്പം ദൈവം സർവശക്തനാ പെട്ടെന്ന് എന്ന് പറഞ്ഞ പല അത്ഭുതങ്ങളും വളരെ ലേറ്റായിട്ട് നടന്നിട്ടുണ്ട്, നടക്കാതെ പോയിട്ടുണ്ട് പ്രാർത്ഥിച്ച പല കാര്യങ്ങളും. എന്നാൽ ഇവിടെ വേറൊരു നിവൃത്തി ഇരുന്ന് കർത്താവിന് നമ്മുടെ സ്ഥിതി ഫുള്ളായിട്ട് അറിയാവുന്ന കർത്താവ് ആ നിമിഷം തന്നെ കർത്താവ് അവിടെ അത്ഭുതം ചെയ്തു. ആ പശു ആ ഒഴിച്ച വെള്ളം കുടിക്കാനിടയായി തീർന്നു. പശു വെള്ളം കുടിച്ച് എഴുന്നേറ്റു. അപ്പൊ അവർക്ക് ഭയങ്കര അത്ഭുതം. അവര് വിചാരിച്ച് നമ്മൾ ഇതിന്റെ ദൈവമാണെന്ന് അവർ ചിന്തിക്കുന്നത്. കാരണം നമുക്കിതൊന്നും പറഞ്ഞു കൊടുക്കാനും അറിയത്തില്ലല്ലോ. യേശുവാണ് ഇത് സൗഖ്യമാക്കിയെന്ന് യേശു മസി എന്ന് പറയാൻ സത്യം പറഞ്ഞാൽ അറിയത്തില്ല.
അതാണ് അന്നത്തെ സ്ഥിതി. അപ്പൊ ഇതൊന്നും പറഞ്ഞു കൊടുക്കാനൊന്നും പറഞ്ഞില്ല. ഇപ്പൊ ഞാൻ ചിന്തിച്ചു, കർത്താവ് ഇവർക്ക് നമ്മളുടെ കാല് തൊഴുന്നു, നമ്മളോട് ഇങ്ങനെ പറയുന്നു, നമ്മളെ എല്ലാത്തിനും വിളിച്ചുകൊണ്ട് പോകുന്നു, ഇവര് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെറിയൊരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. ആ ലാപ്ടോപ്പിനകത്ത് ഞങ്ങൾ ഈ വീഡിയോ, ഈ യേശുക്രിസ്തുവിന്റെ വീഡിയോ, മരണ ശുശ്രൂഷയെ കുറിച്ചുള്ള വീഡിയോ അത് കാണിക്കാനിടയായി തീർന്നു. അങ്ങനെയൊക്കെ കാണിച്ച് ചെറുതായിട്ട് യേശുവിനെ കുറിച്ചൊക്കെ ഇവരോടൊന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ കർത്താവ് സഹായിച്ചു. അവിടെ നിന്ന് കർത്താവ് എനിക്ക് വലിയൊരു ധൈര്യം തന്നു. നമ്മുടെ ഭാഷ കർത്താവിനൊരു വിഷയമേ അല്ല, അല്ല നമ്മുടെ കഴിവുകൾ ഒരു വിഷയമേ അല്ല. പക്ഷേ നമ്മൾ നിൽക്കാൻ തയ്യാറാണ്, കർത്താവ് നമ്മളെ ഉപയോഗിക്കാനിടയായി. നമ്മൾ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ പ്രവർത്തിക്കുവാൻ മനസ്സ് കാണിച്ചാൽ കർത്താവ് നമ്മളെ ശക്തമായിട്ട് ഉപയോഗിക്കുവാൻ ഇടയായി തീരുമെന്ന് ഹല്ലേലൂയ മനസ്സിലാക്കുവാൻ ദൈവം സഹായിച്ചു. അതുകൊണ്ട് ഞാൻ ഇപ്രകാരം ദൈവമക്കളോട് ഹല്ലേലൂയ ആഹ്വാനം ചെയ്യുന്നത്, കർത്താവിനോട് അപേക്ഷിക്കുവാൻ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യം, ഹല്ലേലൂയ വേലക്കാരെ അയക്കുവാൻ ദൈവത്തോട് അപേക്ഷിപ്പിൻ. ഹല്ലേലൂയ ഇപ്രകാരം ദർശനത്തോടും ആത്മഭാരത്തോടും കർത്താവെ അങ്ങനെ എന്തിനാഗ്രഹിക്കുന്നു എന്ന് ചോദിക്കുവാൻ ധൈര്യമുള്ളവരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദിവസങ്ങളിൽ വേർതിരിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജോലിയാണ് കർത്താവിൻ്റെ വേല. അതിൻ്റെ ശ്രേഷ്ഠതയെ മനസ്സിലാക്കിക്കൊണ്ട്, അതിൻ്റെ ശ്രേഷ്ഠമായ അനുഭവത്തെ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാനുള്ളൊരു തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അല്ല, അതിൻ്റെ മൂല്യത നഷ്ടപ്പെടുത്തുവാനല്ല, അതിൻ്റെ മൂല്യതയെ മനസ്സിലാക്കി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു നല്ല വേലക്കാരായിട്ട് ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുന്ന ഹല്ലേലൂയ ഒരു തലമുറയെ കർത്താവ് വാർത്തെടുക്കാൻ നമ്മളെ തന്നെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് നിന്നു എന്നുള്ളതിൽ ഒരു അർത്ഥമില്ല, നാളെ നിൽക്കുക എന്നുള്ളതിലാണ് കാര്യം. ഹല്ലേലൂയ ഇന്നലെ വരെ ഞാൻ ശരിയായിരുന്നു എന്നുള്ളതിലല്ല, ഇനിയും വരുന്ന നാളുകളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വിശ്വസ്തരായി നിൽക്കുക എന്നുള്ളതിലാണ് കാര്യം. അതുകൊണ്ട് കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം, കർത്താവേ എന്നെ ഒരു നല്ല വേലക്കാരിയായിട്ട്, അല്ലാതെ ഏത് മേഖലയിലാണോ അവിടെ എന്നെ ഉപയോഗിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് എന്നിൽ നിന്ന് ഈ വേലക്കാരിയെ ഹല്ലേലൂയ വേലക്കാരനെ ആരംഭിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി വളരെ പ്രയോജനമുള്ള നല്ല ഒരു വേലക്കാരിയായി, നല്ല ഒരു വേലക്കാരനായി കർത്താവ് എന്നെ ഉപയോഗിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നാം ഏത് സ്ഥാനത്തായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും കർത്താവിന് നമ്മളെ ഉപയോഗിക്കുവാൻ കഴിയും. ഹല്ലേലൂയ നമ്മുടെ അതിനൊരു വിഷയമല്ല, മറിച്ച് ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ ഉപയോഗിക്കുവാൻ ഇടയായി തീരും. അല്ലെങ്കിൽ അതിന്റെ 62-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഏൽപ്പിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രവർത്തിക്കുവാൻ തീരുമാനം എടുത്തിട്ട് നമ്മുടെ സാഹചര്യങ്ങളെ നാം പഴി പറഞ്ഞ് പിന്നോട്ട് മാറുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നു. അങ്ങനെയുള്ള ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. പ്രതികൂലങ്ങൾ കടന്നു വരും, അത് നമ്മളെ തകർക്കുവാനല്ല, അതിൻ്റെ ഒക്കെ മധ്യത്തിൽ നമ്മളെ നിർത്തുവാൻ ദൈവം ശക്തനാണ്. അതുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തലമുറകളിൽ കർത്താവിന് വേണ്ടി വളരെ വിശ്വസ്തയോടെ എഴുന്നേൽക്കുന്ന ഒരു കൂട്ടത്തെ കർത്താവ് ഈ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടത്ത് ഇരുന്നാൽ നമ്മളെ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് കഴിയില്ല. ഹല്ലേലൂയ ഞാൻ ഇപ്രകാരം ഇപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ കർത്താവ് വേലക്കാരെ ഉപമിച്ചേക്കുന്നത് ഒരു നല്ല ഇടയനായിട്ട്. ഇടയനാണെങ്കിൽ ഇരുന്നിട്ട് ഒരു കാര്യം, ഈ ആടിനെ സംബന്ധിച്ച് ഇത്ര ഒരു വെറൈറ്റി സ്വഭാവമുള്ള വേറൊരു മൃഗവും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഈ ആട് ഒരില അത് ഇഷ്ടപ്പെട്ടതാണെ പോലും ആ ഇല കടിച്ചേച്ച് അടുത്ത ഇലയ്ക്ക് വേണ്ടി ഓടും. നമ്മൾ എന്ത് നല്ല ചെടി നട്ടിട്ടുണ്ടോ അത് മസ്റ്റായിട്ടും ഈ ആടൊന്ന് കടിച്ചിരിക്കും. അതാണ് ആടിന്റെ സ്വഭാവം. ഈ ആടിനെ മേയ്ക്കണമെങ്കിൽ നമുക്ക് ഒരിക്കലും ഇരുന്നാൽ പറ്റത്തില്ല, നമുക്ക് എഴുന്നേറ്റ് നടന്നേ പറ്റത്തുള്ളൂ, ഇതിന്റെ പുറകെ ഓടിയേ പറ്റുള്ളൂ. അതുപോലെ മീനെ പിടിക്കാനായിട്ട് കർത്താവ് ദൈവം നമ്മളോട് പറഞ്ഞു, മനുഷ്യരെ പിടിക്കുന്നവരാക്കി കർത്താവ് നമ്മളെ മാറ്റുമെന്ന്. മീനെ പിടിക്കുന്നത് പോലൊരു അനുഭവമാണ്. നമ്മൾ ഈ പിടിക്കാൻ വേണ്ടി നമ്മൾ ഇരുന്നാൽ പറ്റത്തില്ല, നമുക്ക് എഴുന്നേറ്റ് ഓടിയേ പറ്റത്തുള്ളൂ. അതുപോലെ കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കുവാൻ വേണ്ടി കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ അത് കാണാതെ പോയതിനെ കണ്ടെത്തണമെങ്കിലും നമുക്ക് എഴുന്നേറ്റ് ഓടിയേ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ കർത്താവ് എന്താഗ്രഹിക്കുന്നു എന്ന് ചോദിച്ച് ഓടുവാനുള്ള തയ്യാറെടുപ്പോടുകൂടെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്ന ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥന ഏത് അവസ്ഥയിലാണോ നമ്മൾ ഇപ്പോൾ പോകുന്നത് അതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് കൂടെ മുമ്പോട്ട് കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ, കർത്താവിന്റെ ഹിതം ചെയ്യുവാൻ, കർത്താവിന് ഇടം കൊടുക്കുവാൻ, മനുഷ്യപുത്രന് തല ചായ്പാൻ ഇടം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം.
ആയിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം കർത്താവിന് വേണ്ടി, ഹല്ലേലൂയ, കർത്താവിന് ഇഷ്ടമല്ലാത്തതൊന്നും നമ്മളിൽ നിന്ന് പുറത്തു വരരുത്. വാക്കിനാലോ പ്രവൃത്തിയാലോ ചിന്തയാലോ ക്രിയയാലോ നാം എന്ത് ചെയ്താലും അതൊക്കെയും ദൈവനാമത്തിന്റെ മഹത്വമാണോ എന്ന് ശോധന ചെയ്ത് അതിലേക്ക് മാത്രം, ദൈവത്തിന് മാത്രം ഇടമുള്ള ഒരു ഹൃദയമായി നമ്മുടെ ഹൃദയം രൂപപ്പെടുവാൻ, അതിനുവേണ്ടി ഒരുക്കപ്പെടുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല കർത്താവേ, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് കേൾപ്പിച്ച ഹല്ലേലൂയ നല്ല കാര്യങ്ങളെ എൻ്റെ കർത്താവെ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവമാക്കുവാൻ, ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ദൈവനാമ മഹത്വത്തിന് പ്രയോജനമുള്ളവരായി തീരുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണമേ. ഇതിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഒരു സുവിശേഷ ആത്മാവ്, ഒരു സുവിശേഷ വേലയോടുള്ള താല്പര്യം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ അത് സത്യസന്ധമായിട്ടുണ്ടാകട്ടെ, അത് കർത്താവെ പരമാർത്ഥമായിട്ടുണ്ടാകട്ടെ, അത് വിശ്വസ്തരായ അവസാനത്തോളം നിൽക്കുവാൻ തക്കവണ്ണം ശക്തിയോടെ വ്യാപരിക്കട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സമർപ്പിക്കുന്നു, ഏൽപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഈ പ്രയർ ലൈനെ കർത്താവ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി ഇതിനെ ഉപയോഗിക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ.